Hi friends, again Ansar and Subin here. സോ സർ ഇപ്പോൾ നമുക്കൊരു 5 ബ്രാഞ്ച് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ട്രെയിനേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്, റിസപ്ഷനിസ്റ്റിനെ ഹയർ ചെയ്യുന്നുണ്ട്, അക്കൗണ്ടൻസ്, വീഡിയോഗ്രാഫേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് സെയിൽസ് പീപ്പിൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത്, ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു ഫിൽട്ടർ ചെയ്യുന്നത്? ഒരുപാട് സി വിസ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫിൽട്രേഷൻ ഓഫ് സി വി കാൻഡിഡേറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്ത് വിളിക്കുന്നത്? അതൊന്ന് ഷെയർ ചെയ്യാം നമുക്ക് നമ്മളെ ഓഡിയൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വരുന്നത് സി വിയിലൂടെ തന്നെയാണ്. നമ്മളൊരു സി വി ഫിൽട്ടർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു സി വിക്ക് ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. അതെ. അപ്പം നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ ആവട്ടെ, നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസസ് ആവട്ടെ, അതിനകത്ത് റെഫറൻസസ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ആ ഒരു ഇനീഷ്യൽ ഫിൽട്രേഷനിൽ നമ്മൾ നോക്കിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും ഇൻ്റർവ്യൂസിലേക്ക് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഞാനും പല സി വിസും നമ്മൾ ഫിൽട്ടർ ചെയ്യുമ്പോൾ നോക്കിയിട്ടുള്ളൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഒരു ഓൾഡ് ടൈപ്പ് ഓഫ് സി വി, അതല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ, അത് ഈ പറഞ്ഞ പോലെ ഒരു പഴയ ഫോട്ടോ. പല ആൾക്കാരും നല്ല കാൻഡിഡേറ്റ്സ് ആണ്, അതല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ബട്ട് അവരുടെ ഒരു സി വിയുടെ ഒരു ലേറ്റസ്റ്റ് ഒരു ഫോർമാറ്റ് അവർ ഫോളോ ചെയ്യാതെ ഒരു പഴയ ഫോർമാറ്റ് കീപ്പ് ചെയ്ത് അയക്കുന്ന ഒരുപാട് ആൾക്കാർ. ആക്ച്വലി അവരുടെ ആ ഒരു ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ആണല്ലോ. ഞാൻ പല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ശരി, എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും ഇവിടെ വന്ന് ജോലി നോക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, അതായത് അവരുടെ ഒരു ബ്രാൻഡിങ് ആണ്, നമ്മൾ സെൽഫ് ബ്രാൻഡിങ് ആണ് അത്. നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ, ആസ് എ ഇൻഡിവിജ്വൽ, ആസ് എ ഒരു ഈ ഒരു പ്രൊഫഷണലി കേപ്പബിൾ ആയിട്ടുള്ള ഒരാള്, അതെ, നമ്മൾ കാണിക്കുകയാണ് അവരുടെ അടുത്ത്. അല്ലെങ്കിൽ നമ്മൾ ആ ഹയർ ചെയ്യുന്ന ആളുടെ അടുത്ത് യെസ് ദിസ് ഇസ് മീ എന്നുള്ള രീതിയിൽ കാണിക്കുമ്പോൾ നമ്മളെ പ്രസന്റേഷൻ വളരെ വീക്ക് ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് അവിടെ കിട്ടുന്ന ഒരു എൻട്രി വളരെ വീക്കായിരിക്കും. ആ ഒരു ഇത് പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ചില സീരീസിലൊക്കെ ഫോൺ നമ്പർ പോലും ഉണ്ടാവാറില്ല. എക്സാക്ട്ലി, അതെ, നമ്പർ, നാട്ടിലത്തെ നമ്പർ, നാട്ടിലത്തെ അഡ്രസ്സ്, അതായത് നാട്ടിലെ അഡ്രസ്സ്, നാട്ടിലെ ഫോൺ നമ്പർ, അങ്ങനെയുള്ള രീതിയിൽ അതൊന്നും ശ്രദ്ധിക്കാതെ വരുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ അങ്ങനെ കുറെ വട്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സി വി സെർച്ച് ചെയ്യുമ്പോൾ ലൈക്ക് ഐ ഫൗണ്ട് ദ കാൻഡിഡേറ്റ് ടു ബി ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുന്ന എക്സ്പീരിയൻസ്, വെദർ ഹീസ് ക്വാളിഫൈഡ്, അതെല്ലാം മാച്ച് ആകുമ്പോൾ നമ്മൾ വെൻ വി ട്രൈ ടു കോൺടാക്ട് ഹിം ഫോൺ നമ്പർ ഇല്ല, ഇല്ലെങ്കിൽ നാട്ടിലെ ഫോൺ നമ്പർ ആയിരിക്കും. കാരണം നമ്മൾ അത്രയൊന്നും നമ്മൾ ഒരു എംപ്ലോയർ എന്ന നിലയിൽ മെനക്കെടുത്തത്തില്ല. ലൈക്ക് കോൾ ഇന്ത്യൻ നമ്പർ വാട്സപ്പിൽ പോയിട്ട് ഇല്ല. നമ്മൾ ജസ്റ്റ് ലോക്കൽ ദുബായ് നമ്പർ, യു എ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ് ചെയ്യുന്നത്. അതും അവരുടെ മിസ് ഔട്ട് ചെയ്യും. തീർച്ചയായിട്ടും. അതും അവരുടെ ലൊക്കേഷനേക്കാൾ ഉപരി നമ്മൾ ആ ഒരു കോൺടാക്ട്, അവർ എവിടെയാണ് താമസിക്കുന്നത് ഡയറക്റ്റ് വിളിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നത്. ഒരുപാട് അഡ്രസ്സിന്റെ ഡീറ്റെയിലിംഗൊന്നും അവിടെ ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു. അതെ. ഇന്റർവ്യൂവിൽ വരുന്ന സമയത്ത് എന്താണ് അൻസാർ സാർ നോക്കുന്ന ഫസ്റ്റ് കാര്യം എന്താണ്? നമ്മൾ അവരുടെ ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു ഫീൽ ഹാപ്പി ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിരുന്ന്. പിന്നെ മോർ ഓവർ നമ്മൾ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഒരു ദുബായിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മലയാളി അയക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ വേറൊരു നാഷണാലിറ്റി അല്ലെങ്കിൽ വേറൊരു ഭാഷ സംസാരിക്കുന്ന ആളായിരിക്കാം. ബട്ട് ഇവിടെ നമ്മൾ ദ മസ്റ്റ് ലൈക്ക് ദേ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, ബിക്കോസ് ദാറ്റ് ഈസ് എ കോമൺ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ. അത് മിക്ക ആൾക്കാരും എനിക്കറിയത്തില്ല, അത് പല ആൾക്കാരും അത് മിസ് ഔട്ട് ചെയ്യുന്നൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു സ്പോക്കൺ ഇംഗ്ലീഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട്, മേ ബി അതേ നോ ഇംഗ്ലീഷ്, അവർക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയുന്നവരായിരിക്കാം, ബട്ട് റീസെന്റ് അതൊന്നും കമ്മ്യൂണിക്കേറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാതെ, ഒന്ന് പോളിഷ് ചെയ്യാതെ പുറത്തൊക്കെ പോകുമ്പോൾ ശരിക്കും ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ ക്വാളിഫിക്കേഷന്റെ കൂടെ ഇപ്പം ലെവൽ 3, ലെവൽ 4 അല്ലെങ്കിൽ വാട്ട് എവർ ക്വാളിഫിക്കേഷൻ ദേ ഹാവ്, ജിമ്മിൽ മാത്രമല്ല, ഈവൻ ഇഫ് യു ആർ കമ്മിങ് ഫോർ സം അതർ ജോബ് ഓൾസോ. എക്സാക്ട്ലി. ശരിക്കും നമ്മൾ ആ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അറ്റ്ലീസ്റ്റ് അതിന് വേണ്ടിയിട്ട് കോഴ്സ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ടെക്നോളജിയും യൂട്യൂബും ഗൂഗിളും ഒക്കെ എനിക്ക് അത്യാവശ്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇംഗ്ലീഷ്. ലിറ്ററേച്ചറിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഈവൻ വാട്സപ്പ് എന്താ പറയുക, ലേണിംഗ് ഉണ്ടല്ലോ, വാട്സപ്പിലൂടെ പഠിക്കാമല്ലോ. ഇപ്പോൾ കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ആൾക്കാർ അതിനുള്ളൊരു എഫേർട്ട് എടുക്കാതെ ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി ഒരു വിസ ഒക്കെ എടുത്ത് ഇവിടെ താമസിച്ച് വന്ന് അവർക്ക് ആ ഒരു ലാംഗ്വേജ് അത്ര വീക്കായിട്ട് കാണുമ്പോൾ, എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ നമുക്ക് പലപ്പോഴും മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അവർക്കൊന്നും ആ ഇംഗ്ലീഷ് ഇല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് പലപ്പോഴും അവരെ എന്റർടൈൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. പിന്നെ നമ്മളൊക്കെ സ്പെഷ്യലി ഈ പേഴ്സണൽ ട്രെയിനേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ലൈക്ക്
മോസ്റ്റ് ഓഫ് ദ ട്രെയിനേഴ്സ് അവർ ക്വാളിഫൈഡ് ആണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി തന്നെ ഡിപ്ലോമ ഉണ്ട് പേഴ്സണൽ ട്രെയിനിങ്ങിൽ, ലെവൽ 3 ഉണ്ട്, ലെവൽ 4 ഉണ്ട്, ലെവൽ 2 ജിം ഇൻസ്ട്രക്ടർ ഉണ്ട്. ബട്ട് ഐ തിങ്ക് നമ്മൾ ആ ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കേഷനുപരി നമ്മളിപ്പോൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിച്ച് നമുക്ക് ഡെയിലി ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കുറവാണ്. പക്ഷേ ഒരു ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് പഠിച്ചിട്ട് അതും സ്കൂളിൽ പഠിച്ചിട്ട് പോലെ വരുന്ന ആൾക്കാരുണ്ട്. അത് അതിനെ പോളിഷ് ചെയ്യാതെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു ഫിറ്റ്നസ് സംബന്ധപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ശരിക്കും നമ്മളൊക്കെ സ്കൂളിൽ മാത്സും സയൻസും ഫിസിക്സും ഒക്കെ പഠിച്ചിട്ട് മറന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. തീർച്ചയായിട്ടും ഐ തിങ്ക് ലൈക്ക് ഇപ്പം നമ്മൾ അവരെ ഹയർ ചെയ്താൽ പോലും പല ആൾക്കാരും ആസ് സർ സെഡ് ലൈക്ക് അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല നോളജ് നമുക്ക് ചിലപ്പോൾ അവരുടെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ബട്ട് നമ്മൾ നോക്കുന്നത് ഇവിടെ ദുബായിൽ വന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ക്ലയൻസ് ആണ്. അവർക്ക് ആ ഒരു നോളജ് ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ, ഇപ്പൊ നമുക്ക് എല്ലാം സെയിൽസ് ഇൻവോൾവ് ആണ്. ഇപ്പൊ ഈവൻ പേഴ്സണൽ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സെല്ലിംഗ് ആണ്. നമ്മൾ ആ ഒരു ട്രെയിനിങ് സെഷൻസ് സെല്ല് ചെയ്യണത് തന്നെയാണ്. അത് അവരെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എന്ത് വേണം, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മളെ നോളജ് അവരായിട്ട് ഷെയർ ചെയ്യാനും ആ ഒരു കണക്ഷനും ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാനും ഒരു കസ്റ്റമർ ക്ലയന്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള ആ ഒരു ഇതിന് കമ്മ്യൂണിക്കേഷൻ വളരെ മസ്റ്റ് ആണെന്നുള്ളത് ഐ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും, അതായത് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇവർക്ക് പ്രൊവൈഡേഴ്സ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇനീഷ്യേഷൻ എടുത്തിട്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അവരുടെ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്സിലും കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ കാൻഡിഡേറ്റ്സ് അത്രയും സ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്, ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടാണ് കോഴ്സ് ചെയ്യുന്നത്. അതുപോലുപരി ഇവിടെ വരുന്നത് ഒരുപാട് ചെലവാക്കിയിട്ടാണ്. ഇവിടെ ഒരുപാട് സ്റ്റേ ചെയ്ത് വിസ എടുത്ത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിലും ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിലും ഒരുപാട് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ടുള്ള ചെറിയൊരു പ്രിപ്പറേഷൻ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ആ ഒരു ബേസിക് സാർ പറഞ്ഞ പോലെ സെയിൽസ് ഇൻവോൾവ് ആണ്. അപ്പൊ നാട്ടിൽ വർക്ക് ചെയ്തിട്ട് വരുന്ന പല പേഴ്സണൽ ട്രെയിനേഴ്സും നാട്ടിൽ ചിലപ്പോൾ ഒരു വർക്കിന്റെ രീതി വേറെ ആയിരിക്കും. പീപ്പിൾ അപ്രോച്ച് യു, ഇവിടെ യു അപ്രോച്ച് പീപ്പിൾ. എക്സാക്ട്ലി. അപ്പം ആ ഒരു ശരിക്കും കുറെ പേഴ്സണൽ ട്രെയിനേഴ്സ് അങ്ങനെ നാട്ടിൽ നിന്ന് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വന്നിട്ട് ഫെയിൽ ആവാറുണ്ട്. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദാറ്റ് ഇൻസ്റ്റിങ് ടു സെൽ. കാരണം അവരൊരു കോച്ച് എന്ന് വിചാരിക്കുമ്പോൾ അവരൊരു സെല്ലിംഗ് ഇൻവോൾവ് ആണെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മീൻ ലൈക്ക് ഹൗ ഡു പേഴ്സണൽ ട്രെയിനേഴ്സ് മേക്ക് മണി? സെല്ലിംഗ് ആണ്. ഇപ്പം നമ്മൾ ഇപ്പം പേഴ്സണൽ ട്രെയിനിങ് സർവീസസ് ആണ്. അത് നമ്മൾ സെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു കമ്മീഷനും നല്ലൊരു സാലറിയും ഒക്കെ നമുക്ക് കരിയറിന്റെ ഗ്രോത്തിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സെല്ലിംഗ് ആണ്. തീർച്ചയായും അക്സെപ്റ്റ് ചെയ്യണം. അത് ഈ ഒരു ടീച്ചിങ് എനിക്ക് ആ ഒരു നോളജ് ശരിക്കും ആ ഒരു ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് അതല്ലെങ്കിൽ ഒരു സർട്ടിഫൈ ചെയ്യുന്ന അവിടുന്ന് ശരിക്കും കിട്ടേണ്ട ഒരു കാര്യമാണ്. കാരണം നാട്ടിൽ ഈ ഒരു പറഞ്ഞ പോലെ പേഴ്സണൽ ട്രെയിനിങ് ഇത്ര പേ ചെയ്യണം, ഇത്ര സെഷൻസ്, അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ആ പോകുന്ന ആൾക്കാർക്കില്ല. പക്ഷെ ആ കോഴ്സ് ചെയ്യുമ്പോൾ ഈ ഒരു എഡ്യൂക്കേഷനും കൂടെ കിട്ടുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അതിനെപ്പറ്റി അവെയർ ആവും. അതല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു നമുക്ക് ഇന്ന് വരും വീഡിയോസിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഓഡിയൻസായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുമായിരിക്കും. ഐ തിങ്ക് ദീസ് ആർ ദ ബേസിക് തിങ്സ് വിച്ച് നമ്മൾ അവർ കൺസിഡർ ചെയ്യേണ്ടത് അപ്ലൈ ഫോർ ദ പൊസിഷൻ ഓഫ് person or any fitness or any field. I think even receptionist ആണ് എല്ലാവർക്കും വേണ്ടത് ഇന്ററാക്ഷൻസ് ആണല്ലോ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു പ്രസന്റേഷൻ, നമ്മളൊരു സിവിയും ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജും ഐ തിങ്ക് മോസ്റ്റ്ലി എവ്രിവൺ ഷുഡ് ഫോളോ ആൻഡ് എവ്രിവൺ ഷുഡ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. സാർ റെഫറൻസ് ചെക്ക് ചെയ്യാറുണ്ടോ? ലൈക്ക് ഇപ്പം സി വിസിൽ ഏറ്റവും താഴെ ലാസ്റ്റ് അവർ വർക്ക് ചെയ്ത ഓർഗനൈസേഷനിൽ റെഫറൻസ് ചെക്ക് ചെയ്യാറുണ്ടോ സാർ? തീർച്ചയായിട്ടും. ആക്ച്വലി ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഹയറിങ് ചെയ്തിട്ട് നമുക്ക് അതിൽ ആ ഒരു എംപ്ലോയിയുടെ നമ്മൾ റെഫറൻസ് വിളിച്ചു ചോദിച്ചപ്പോൾ ഒരുപാട് ഫീഡ്ബാക്കുകൾ, നല്ല ഫീഡ്ബാക്കും അതേപോലെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു ഫീഡ്ബാക്കും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അവർ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ്, ഒരു പേഴ്സണൽ അറ്റാക്ക് അല്ലാത്ത രീതിയിൽ തന്നെ അവർക്ക് നമുക്കൊരു അഡ്വൈസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാ കാൻഡിഡേറ്റ്സും നമ്മൾ ആ ഒരു എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു മാനേജ്മെൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന റിലേഷൻഷിപ്പിലും അതല്ലെങ്കിൽ അവിടുന്ന് റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിലും അവർ കീപ്പ് ചെയ്യേണ്ട ഒരു നല്ലൊരു നമ്മൾ അതൊക്കെ നോക്കുന്നുണ്ടെന്ന്. അതെ തീർച്ചയായിട്ടും. റൈറ്റ്.
ദെൻ ഗുഡ് ഷെയർ ചെയ്തു നമ്മൾ. മേ ബി ഇൻ നെക്സ്റ്റ് വീഡിയോ വി ക്യാൻ എലാബറേറ്റ് ചെയ്യാം. നമുക്ക് ഓരോ പോയിന്റ്സും അല്ലെങ്കിൽ കുറച്ചുകൂടെ മൈന്യൂട്ടായിട്ട് പോയിട്ട് നമുക്ക് വി ക്യാൻ ഗിവ് ദം എ ബെറ്റർ. ഷുവർ ഷുവർ ഷുവർ. അതെ അതെ. ഓക്കെ. പുതിയതായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും പുതിയതായിട്ട് ജോലി തേടി ദുബായിലോട്ടും എവിടെ പോവാണെങ്കിലും ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓക്കെ ഗൈസ്, ഹോപ്പ് യു ലൈക്ക് ദ കണ്ടന്റ്. ഇതേപോലത്തെ കണ്ടന്റ് ഒരു എംപ്ലോയർ എന്ന നിലയിൽ, ഒരു പേഴ്സണൽ ട്രെയിനർ എന്ന നിലയിൽ അങ്ങനെ we will share our experiences with you so that we can add value to your career. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അതല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജോലി നോക്കുന്ന അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ നോക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.